Hey guys, welcome back to my channel. So ഇന്ന് നമ്മളൊരു ചെറിയൊരു ഓണം ഷോപ്പിംഗ് ആണ് കാണാൻ പോകുന്നത്. വളരെ കുഞ്ഞി മോൾക്കും അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ഉള്ള ഒരു ഷോപ്പിംഗ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗ് ആയിട്ടാണ് വരുന്നത്. അപ്പം ക്ലിനിക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം ഫ്രഷായി ഇപ്പോൾ ഒരു 6:30 അങ്ങനെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം പെട്രോൾ അടിച്ചിട്ട് നേരെ ഷോപ്പിങ്ങിലടുത്തേക്ക് പോവാം. ഇതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത. മദ്യം തുരുതുരാ പെയ്യുകയാണ് സുഹൃത്തുക്കളെ, തുരുതുരാ പെയ്യുകയാണ്. ഇതുണ്ടോ, നിങ്ങളൊക്കെ ബീവറേജിൽ ക്യൂ നിൽക്കുമ്പോ നമ്മൾ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പോലെ രണ്ട് സൈഡിലും. അതെ, എന്തൊക്കെ തരത്തിലാണ് ബാറ്. പേര് പറയണ്ട ഭർത്താവിന്. ഏതാണിത്? റോയൽ ലിക്കേഴ്സ്. ഇത് പുതിയതാണ്, ദുർഗ ലിക്കേഴ്സ്. ഒന്നും എല്ലാവരും പറയുന്നു. പിന്നെ പെട്രോളും. ഇത് രണ്ടുമാണ് ഇവിടെ ഏറ്റവും ലാഭത്തിൽ കിട്ടുന്ന സാധനം. ഒന്നല്ലേ മദ്യം കുടിച്ച് ചാവുക, അല്ലെ കാറിൽ പെട്രോൾ അടിച്ച് ട്രിപ്പ് പോവുക. ഇത് രണ്ടും മാത്രമേ ഈ നാട്ടിൽ നിൽക്കുന്നതിനെ കൊണ്ടൊരു ഗുണമുള്ളൂ. ഇത് അവിടെ നിന്ന് വില്ലേജ്. നമ്മൾ പെട്രോൾ അടിക്കാൻ പോകട്ടോ. ഇവിടെ പെട്രോളിന് നല്ല റേറ്റ് വ്യത്യാസമുണ്ട്. ഇവിടെ 97 ആണ് വരുന്നത്. നല്ല കുറവാണ്. നമ്മൾ ഒരുപാടൊക്കെ അടിക്കുമ്പോൾ നല്ല വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ട് എന്നല്ല, ശരിക്കും ഉണ്ട്. കമ്പാരിറ്റീവ്ലി മാഹിലത്തെ പെട്രോൾ മോശമാണോ എന്നൊന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞങ്ങൾ ഇത്രയും കാലമായിട്ട് അവിടുത്തെ പെട്രോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോഫാർ ഇതുവരെ എൻജിൻ കംപ്ലയിൻറ്റ്സോ ഒന്നും വന്നിട്ടില്ല. മേലേക്ക് തട്ടുമ്പോൾ ഉണ്ടായിരുന്ന ചൂട് അൺബിലീവബിൾ. ഭയങ്കര ചൂടായിരുന്നു. തലവേദനിക്കാൻ തുടങ്ങി. എനിക്ക് തലവേദനിക്കാൻ പോട്ടേന്ന് വെക്കാം. എൻ്റെ ഹസ്ബൻഡ് തലവേദനിക്കാൻ തുടങ്ങി. പുള്ളി പറഞ്ഞു വാ 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 വേഗം ഇറങ്ങിക്കോ, ഇവിടെ നിന്ന് ഇനി ഒന്നും വാങ്ങിക്കാതെ എന്നിട്ട്
എന്നെ ഒന്നും എടുക്കാൻ പറ്റില്ല. എന്തോ 2 സാധനം മോൾക്ക് വേണ്ടി എന്തോ 2 സാധനം എടുത്ത്, അല്ല മോൾക്ക് വേണ്ടി ഒന്നും എടുത്തില്ല. ഞാനൊരു കുർത്തി എടുത്ത് നേരെ ഇറങ്ങുകയാണ് ചെയ്തിട്ടില്ല. നമ്മൾ വേറെ ഒരു സാധനം അവിടെ നിന്ന് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര പത്തറ്റിക് എക്സ്പീരിയൻസ്. ഇത്രയും മോശം ഒരു അനുഭവം തലശ്ശേരി റിലയൻസിൽ മിക്കപ്പോഴും അവർ AC ഓഫ് ചെയ്യാറ് തന്നെയാണ്. അത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. അവർ ഒരിക്കൽ പോയാലും തണുപ്പുണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് അധികം പോവാറില്ല. ഇന്നിപ്പോൾ മാക്സ് ക്ലോസ്ഡ് ആയതുകൊണ്ട് മാത്രമാണ് പോയത്. കണ്ണൂർ അങ്ങനെയല്ല കേട്ടോ. കണ്ണൂർ നല്ല അത്യാവശ്യം നല്ല ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റ് ഫ്ലോറിൽ പോയിക്കോളൂ, ഫസ്റ്റ് ഫ്ലോറിൽ അത്യാവശ്യം തണുപ്പുണ്ടാവും, ഇവിടുത്തെ AC കംപ്ലൈൻറ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ, എന്നാൽ പിന്നെ തണുപ്പുള്ളിടത്തുള്ള ഷോപ്പിംഗ് നടക്കട്ടെ, ബാക്കിയുള്ളത് പിന്നെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മേലെ പോയി നോക്കുമ്പോൾ അതിലേറെ ചൂട്. അത് കിഡ് സെക്ഷനാണ്, ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കുട്ടികളുടെ സൈസിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റണില്ല, ചൂട് സഹിക്കാൻ പറ്റണ്ട. അവസാനം ഹസ്ബൻഡിന് തലവേദനയൊക്കെ എടുക്കാൻ തുടങ്ങി. നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതൊരു വല്ലാത്തൊരു അനുഭവമാണ്. നമുക്ക് ഈ ഇത്രയും വലിയൊരു എന്താ പറയുക, ഒരു ട്രെൻഡ്സൊക്കെ പോലത്തെ ഒരു ഷോപ്പ് ഇങ്ങനെ AC കംപ്ലൈൻ്റ് ആയിട്ട്, അതിന് മുന്നേ ഒരു ദിവസം പോയപ്പോഴും അവർ പറഞ്ഞത് AC കംപ്ലൈൻ്റ് ആണെന്നാണ്. അപ്പം ഇത്രയും വലിയൊരു സ്ഥാപനം AC കംപ്ലൈൻ്റ് ആയിട്ട് അത് നന്നാക്കാൻ പറ്റണില്ലേ? അത്രക്കും താണുപോയോ ഈ ട്രെൻഡ്സിൻ്റെ ഒരു റേറ്റിംഗ് സ്റ്റാൻഡേർഡ്? താണുപോയോ? അടുത്ത് ഞങ്ങൾ ഇറങ്ങി കുറച്ച് സാധനങ്ങൾ, അത്യാവശ്യ സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് ബാക്കിയൊക്കെ പിന്നെ വാങ്ങിക്കാന്നുള്ള രീതിയിൽ അവിടുന്ന് ഇറങ്ങേണ്ടി വന്നു. അതിനുശേഷം കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങും കൂടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ തൊട്ടടുത്തുള്ള മെട്രോ ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രോസറിയും വെജിറ്റബിൾസും ഡ്രസ്സും ഒക്കെ നമ്മൾ കുറച്ച് ഒരു തട്ടിക്കൂട്ട് രീതിയിൽ ഒക്കെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ളോഗ് വന്നിട്ടുള്ളത്. ഈ ഒരു ഈവനിങ് വ്ളോഗാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നു. പിന്നെ നിങ്ങളുടെ കമൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ കമൻസ് അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ പറയാം കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.